നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ വാരണാസിയിലെ രണ്ടാമത്തെ ദിവസം കേട്ടോ. ഇന്ന് രാവിലെ ഒന്ന് എണീറ്റിട്ട് നടക്കാൻ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഫോർട്ട് കേട്ടോ. ഫോർട്ടിൻ്റെ ഉൾവശമാണിത്. ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു 10 മണിക്ക് എൻട്രി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ കണ്ടതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഘാട്ടിലേക്ക് നടന്ന് കാണാമെന്ന് വെച്ചിട്ട് ഇറങ്ങി വെക്കാൻ ഒരു സ്ഥലം കിട്ടുമെന്നില്ല ആദ്യം. ഇവിടെയാണ് കേട്ടോ ഇന്നലെ കിടന്നുറങ്ങിയത്. അമ്പലമാണ്, അമ്പലത്തിൻ്റെ സൈഡ്. ഇത് ഫോർട്ടിൻ്റെ പുറകുഭാഗം കേട്ടോ. അവിടെ ഫുള്ള് കച്ചറയാണ്. ഞാൻ ഡയറക്റ്റ് ഹരിചന്ദ്രഘട്ടിലേക്കാണ് വന്നത്. ബിക്കോസ് നമ്മൾ ഇന്നലെ ഓൾറെഡി രാത്രി നമ്മൾ അസിഘട്ടെല്ലാം പോയി കണ്ടിട്ടുണ്ടായിരുന്നു. 88 ഘട്ടിൽ ഒരു ഘട്ടിൽ 2 ഘട്ടിൽ മാത്രമാണ് നമ്മൾ ശവലം ദയിപ്പിക്കുന്നത് കേട്ടോ. അതിലൊരു ഘട്ടാണ് ഹരിചന്ദ്രഘട്ട്. നമുക്ക് കാണാം, ഇതാ ഇത്രയേ ഉള്ളൂ മനുഷ്യന്നല്ല, നമ്മൾക്കിവിടെ വന്നാൽ മനസ്സിലാവും. ടോട്ടൽ 88 ഘട്ടാണുള്ളത്. അതിൽ 2 ഇത് മൃതദേഹം ദയിപ്പിക്കുന്നതാണ്. ബാക്കിയൊക്കെ നമുക്ക് നടന്ന് കാണാൻ പറ്റുന്നില്ല കേട്ടോ, ചെറിയ ചെറിയതാണ്. അതിപ്പോൾ ഒരു ഡെഡ് ബോഡി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അവരെന്താ ചെയ്യുന്നത് നോക്കാം. ഒന്നാടെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അത് നേരെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കുക കേട്ടോ. ബോഡി അങ്ങനെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കുന്നുണ്ട്. ഡെഡ് ബോഡി ഫുള്ള് ഗംഗയിൽ മുക്കി കേട്ടോ. ഗംഗയിൽ മുക്കിയതിന് ശേഷം എന്നിട്ടാണ് ദഹിപ്പിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇവിടുന്ന് കത്തുന്ന ഡെഡ് ബോഡിയിൽ ഫുള്ള് വെള്ളം ഉറ്റുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് എന്താ സംഭവം എന്ന് വെച്ചാൽ പിന്നെ ഈ വെള്ളത്തിൽ മുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാവരും വെള്ളം നനക്കുന്നുണ്ട്. ഇവിടുന്ന് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സാധനം ഈ തോണിയിലുള്ള യാത്ര കേട്ടോ. നമുക്ക് നല്ല വ്യൂ കിട്ടും, ഘാട്ടിൽ നല്ല വ്യൂ കിട്ടും. ഞാൻ എന്തായാലും നാളെ പോകുന്നുണ്ട്. ഇന്ന് വർക്കുകളൊന്നും പോകുന്നില്ല, നാളെ പോകും. ഇവിടെ ഇങ്ങനെ പണക്കാരന് പാവപ്പെട്ടവൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒരാളെ കത്തിച്ചു കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് അടുത്താളെ കൊടുത്ത് കിടത്തും. അത്രയും പരിപാടി. ഇവിടെ അടുത്ത ചിരക്കിലെ സെറ്റപ്പ് ഒരുക്കുന്നുണ്ട്. അതിന് മുട്ടി തന്നെയാണ് അടുത്ത ഘട്ടില്ല കേട്ടോ, കേദാർ ഘട്ട്. വിജയനഗർ ഘട്ട് എന്നതിൻ്റെ തൊട്ടപ്പുറത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് തന്നെ. ഇവിടെ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ടെമ്പിളുണ്ട്, പിന്നെ അതുപോലെ കർമ്മങ്ങൾ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അത്യാവശ്യം ആൾക്കാർ കൂടുതൽ കാണാം നിങ്ങൾക്ക്. എല്ലാവരും ഇവിടുന്ന് കുളിച്ചിട്ട് പിന്നെ ഓരോ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് മരിച്ചവരെ കർമ്മങ്ങൾ കാര്യങ്ങൾ ബലിയിടൽ പോലെയുള്ള കാര്യങ്ങളെല്ലാം ആയിരിക്കും. ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് നടക്കാം കേട്ടോ. കുറേ ഇതാകത്ത് ചൗക്കി കെട്ട് ഇങ്ങനെ നടന്ന് ഫുൾ അങ്ങ് വരെ നടക്കാനുണ്ട്. നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഈ 88 ഘട്ടം കണ്ടു തീർത്തിട്ട് പോകാൻ പറ്റും കേട്ടോ ശരിക്കും. പിന്നെ ഇപ്പോൾ സ്പെഷ്യൽ ഡേയും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ സുഖമായിട്ട് കണ്ടു തീർക്കാൻ പറ്റുന്നേ ഉള്ളൂ.
ഞാൻ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയത് കേട്ടോ. അത് രാവിലത്തെ കാഴ്ചകളാണ്. പിന്നെ നാളെ സാറ്റർഡേ ലീവാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ നാളെ ഫുള്ള് നടന്ന് കാണാനാണ്. അതൊരു 2 എപ്പിസോഡായിട്ട് ചെയ്യാൻ നിൽക്കുന്നത്. വെയിലായി തുടങ്ങി കേട്ടോ. വെയിലാകുമ്പോഴത്തേനും ഭയങ്കര ചൂടായി. ശരിക്കും ഏറ്റവും രാവിലെ വന്ന് കാണുന്ന നല്ലത്, അല്ലെങ്കിൽ വൈകുന്നേരം കേട്ടോ. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടാവും. എന്തായാലും ഇന്നുകൂടെ കഴിഞ്ഞാൽ 2 ദിവസം വീക്കെൻഡ് ഓഫാണ്. ഞാൻ നാളെ രാവിലെ എന്തായാലും പിന്നെ ഇറങ്ങും. നല്ല സാധനമെല്ലാം വേണമെങ്കിൽ ഇവരുടെ അടുത്ത് കിട്ടും കേട്ടാ. ഘട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇതാ, ഇവിടെ ഒരു മാനസരോവർ ഘട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആള് നരാത് ഘട്ടുണ്ട്. ഇത്ര അടുത്താട്ടോ ഓരോ ഘട്ടും. പേര് കൊത്തിയിരുന്ന് വലിക്കുന്നുണ്ട്, കാണുമ്പോൾ കൊതിയാവുന്നുണ്ട്. തുണിയെല്ലാം ഇറക്കി ഉണങ്ങാനിട്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ നമ്മൾ കുറേ ഘട്ട് നടന്ന് കണ്ട്. നാളെ മറ്റന്നാൾ 2 ദിവസം ഫുള്ള് നടത്തം തന്നെ കേട്ടോ. വണ്ടി എവിടെയെങ്കിലും സേഫായി വെക്കണം, അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇന്നലെ നോ പാർക്കിങ്ങിന് വണ്ടി വെച്ചിട്ട് പൈസ പോയി. അപ്പം അങ്ങനെ ഇവിടെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വണ്ടി വെക്കൽ ഭയങ്കര ചടങ്ങാണ്. കാരണം റോഡെല്ലാം വളരെ ചെറുതാണ്. അതിപ്പോൾ രുദ്രാക്ഷകാരെല്ലാം വെക്കുന്നുണ്ട്. രാജാഘട്ട് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. തലയെല്ലാം അങ്ങനെ തന്നെ കാണാം കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ഫുള്ളായിട്ട് കവറൊന്നും ചെയ്യുന്നില്ല. തലയെല്ലാം കറക്റ്റ് കാണാൻ പറ്റും കേട്ടോ. എനിക്കിവിടുന്ന് ഡയറക്റ്റ് വൃത്തിക്ക് കാണുന്നുണ്ട്. മുടിയെല്ലാം അങ്ങനെ തന്നെ കാണുന്നുണ്ട്. ഇത് ഫുള്ള് കാണാമായിരുന്നു, അത് ഏകദേശം കത്തി തീർന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ മുതൽ ഓരോ ഘട്ടിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.